എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമദാനിൻ്റെ പുണ്യങ്ങൾ നിറഞ്ഞ രാവുകൾ ഇങ്ങനെ കടന്നു പോകുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്നിങ്ങനെ കടന്നു പോകുമ്പോൾ നിബിധങ്ങൾ പറയുന്നു റമദാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ് നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമദാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ പരിഹസിക്കുന്നവരില്ലേ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന ചരിത്രം എന്താ? കാന റജുലാനി ഫീ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേൽ പെട്ടിരുന്ന ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ 2 ചെറുപ്പക്കാരിൽ ഒരാള് നല്ല മനുഷ്യനെ, അറിവ് പഠിച്ച ഒരാള്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരാൾ. പക്ഷേ രണ്ടാമത്തെ മനുഷ്യനാകട്ടെ അതിന് നേരെ ഓപ്പോസിറ്റ്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ, തോന്നിമാസിയെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ആള്. അപ്പൊ ഒരാള് നല്ലവനും രണ്ടാമത്തവന് വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ഈ നല്ലവനായ മനുഷ്യന് എപ്പോഴും ഈ മോശക്കാരനെ ഉപദേശിക്കാറുണ്ട്. നീ ഇങ്ങനെ നടക്കരുത്, നീ കള്ളു കുടിക്കരുത്, നീ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. എപ്പോഴും ഇങ്ങനെ രാവും പകലും കാണുമ്പോഴൊക്കെ ഉപദേശിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ട്. അവസാനം ഉപദേശം കേട്ട് ഈ ചങ്ങാതി മടുത്തു. അപ്പൊ അവസാനം ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടപ്പോ ചോദിച്ചു, നിന്നെ എന്താ അല്ല എന്നെ അങ്ങ് ഏൽപ്പിച്ചേക്കുവാണ് 24 മണിക്കൂർ എന്നെ ഉപദേശിക്കാൻ വേണ്ടി, എന്റെ കാവൽക്കാരനായി എന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുവാണ്. എടാ, നീ നിന്റെ പണി നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നല്ലോ, നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടി നിന്റെ പണി ഇത് തന്നെയാണോ? എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്നല്ലോ. എടാ, നീ നിന്റെ പണി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഞാൻ അല്ലാഹുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ രക്ഷപ്പെടും, ഞാൻ സ്വർഗത്തിൽ പോകും. നീ നിന്റെ പണി നോക്ക്. അവിടെ ഈ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവന്റെ മറുപടി എന്താ? ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. നീ നോക്കിക്കോ, നാളെ അല്ലാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹ് എനിക്ക് സ്വർഗം തരും. നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ച് സമയം കളയാതെ നീ പോട ചങ്ങാതി എന്ന് പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ആ ഒരു ഉപദേശത്തിനെ ഒരു നിസാരമാക്കുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു. ഇത് കേട്ടപ്പോ ആ ബനൂ ഇസ്രായേലിലെ ഉപദേശിച്ച മനുഷ്യന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, അല്ലാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, നീ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. അദ്ദേഹത്തിനുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ആ മോശമായ ജീവിതം നയിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരൂല, നീ ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല, അല്ലാഹു നിനക്ക് സ്വർഗം തരൂല എന്നവിടെന്ന് വാശി പടച്ചവനെ ആ ദേഷ്യപ്പുറത്ത് ആ മനുഷ്യനവിടെന്ന് പറയുകയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 പേരും അവിടെ നിന്ന് മരണപ്പെട്ടു. ആ 2 പേരും ആ മോശമായ ജീവിതം നയിച്ച മനുഷ്യനും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവര് 2 പേരും അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവര് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരെയും അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 2 പേരെയും അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവുള്ള അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഇവന് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഈ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന്, അവന് ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എവിടെന്ന് ചോദ്യം ചെയ്യുകയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു അവിടെന്ന് ചോദ്യം ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ
പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഒരാളും അല്ലാഹുവിൽ നിന്ന് വിദൂരമാകില്ല. അല്ലാഹു പറയുന്നു, നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ പുറത്തു തരുന്നവനാണ്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പുറത്തു തരുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പാപം ചെയ്തവന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരൂല, നീ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. ആ മനുഷ്യനെ പടച്ചവനെ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് അതാ സബാനിയത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ആ കള്ളു കുടിച്ച് വിഭജിച്ച് വൃത്തികെട്ട ജീവിതം നയിച്ച നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചവനാണ്. എന്റെ റബ്ബെനിക്ക് പുറത്തു തരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചിട്ട് എനിക്ക് സ്വർഗം തരുമെന്ന് പ്രതീക്ഷ വെച്ചവനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു നിനക്ക് പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലടോ. കാരണം അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. എത്ര വലിയ അപരാധം ചെയ്തവനും പടച്ചവനെ പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാണ് പടച്ച റബ്ബ്. അല്ലാഹുവേ, ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പോലും പുറത്തു കൊടുത്തവനാണല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ സഹോദരാ. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, നടന്നു പോയത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഒരു ദിവസത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അല്ലാഹു മഗ്ഫിർലി ദുനൂബി എന്ന് പടച്ചവരോട് ചെയ്തു പോയ പാപങ്ങൾ കഴുകാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു നമ്മുടെ പാപം മുഴുവനും കഴുകിക്കളയാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒരാളും അല്ലാഹു നമുക്ക് പുറത്തു തരില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നമുക്ക് വേണ്ട. അല്ലാഹുവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമദാനിന്റെ പുണ്യങ്ങൾ നിറഞ്ഞ രാവുകൾ അങ്ങനെ അതിവേഗം ഇങ്ങനെ കടന്നു പോകുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്നിങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ, അത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ആ 3 കാര്യങ്ങളെ നിസാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ്, ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ്. ആ 3 കാര്യങ്ങൾ നബിതങ്ങൾ എണ്ണി പറയുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നിബിധങ്ങൾ എണ്ണി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഇതിനെ നിസാരമാക്കി കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വരിക. അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ വരിക. പടച്ചവനെ ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവനെ ആ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വന്ന അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, വസ്സലാത്തുൽ മഖ്തൂബ, 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം. പടച്ചവനെ മൂന്നാമതായിട്ട് നബിതങ്ങൾ പറയുന്നു, വസൗമു റമളാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ്, നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മുടെ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമളാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ പരിഹസിക്കുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ?
നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില് എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നിനപ്പുറം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ? ഇന്നത്തെ യുവതലമുറയ്ക്ക് അള്ളാഹുവിനെ വിശ്വാസമില്ല, ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവർ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ, ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞ എന്തിനാ ഉസ്താദേ ഇങ്ങനെ തെള്ളുന്നത്? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട്, മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70 അംശമാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ. അവർക്കൊരു പുച്ഛമാടോ? അതവർക്ക് നിസാരമാടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടുമല്ലോ, കവള് പൊട്ടുമല്ലോ. അതാ പടച്ചവനെ, 1 മാസം കഴിഞ്ഞ ശരീരം മുഴുവനും മണ്ണിലേക്ക് അരിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്? പടച്ചവനെ, നിങ്ങൾ പറയുന്നു സിറാജേ, സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഈ സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം പോലും, ഈ കാണുന്ന പ്രപഞ്ചം പടച്ചവനെ, സ്വർഗ്ഗത്തിൽ അവസാനം കിടക്കുന്ന മനുഷ്യന് പോലും ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗമാണ്. സ്വർഗത്തിൽ അവസാനം പോകുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതെങ്കിൽ ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? പടച്ചവനെ, എവിടെയാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? സിറാജേ, എവിടെയാ നരകം ഇരിക്കുന്നത്? നിങ്ങൾ പറയുന്നു എല്ലാവരെയും പിടിച്ചിടുന്ന നരകമുണ്ടല്ലോ, ആ നരകം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ പറയുന്നത്. അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ, ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം അത്രയും വിശാലമാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗം അത്രയും വിശാലമാണ്. പടച്ചവനെ, ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. പഠിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ, സ്വർഗത്തെ കുറിച്ച് പഠിക്കണം പൊന്നുമോള്. അവിടെ എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ എല്ലാവർക്കും അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, എല്ലാവരും ഒരേ ഒരു പ്രായക്കാരാണ്. എല്ലാവരും 33 വയസ്സുകാരാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല. അവിടെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നുപോയപ്പോ കയ്യിലിരുന്ന കത്തികൊണ്ട് ആപ്പിളിന് പകരം വിരട് മുറിച്ച ചരിത്രം പഠിച്ചവരല്ലേ? ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഓരോ സ്വർഗത്തിന്റെ അവകാശിക്കും അല്ലാഹു കൊടുക്കുന്നതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ദിക്റില്ല, വഅദില്ല, സദഖയില്ല, പിരിവില്ല, ഒന്നുമില്ല. അവിടെ കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. പടച്ചവനെ, പെങ്ങളെ, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഖിദ്മത്ത് ചെയ്യാൻ തോഴിമാര് പുറകിൽ നടക്കുമ്പങ്ങള് അവിടെ അടുക്കളയിലെ ജോലി ചെയ്യണ്ട, അവിടെ കിടന്ന് വിയർക്കണ്ട, അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. സഹോദര, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട, നേരം വെളുത്താൽ എഴുന്നേറ്റ് പണിക്ക് പോകണ്ട, കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. നീ ഒരു കഷ്ടപ്പാടുമില്ല. എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് അത് കടന്നു വരികയാണ്. ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന ബുദ്ധി
കൂടിയ മക്കളോട് പറഞ്ഞ അവര് ചോദിക്കും, ഇത് സ്വപ്നലോകമാണോ ഉസ്താദേ? ഇതൊക്കെ വല്ലാത്ത തള്ളലല്ലേ ഉസ്താദേ? മോനെ, നരകമുണ്ടടാ. ആ നരകത്തിലെ ഒരു തൊപ്പി തലയിൽ വെച്ചാൽ പെണ്ണെ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് നരകത്തിന്റെ ഒരു തൊപ്പി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിക്കലാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തൂടെ ഒഴുകുമെന്ന് പറയുമ്പോ വിശ്വാസം വരാത്ത യുവത്വമേ, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. നമ്മുടെ മക്കളെ ഭയപ്പെടേണ്ടത് അവിടെയാ സഹോദര. ഈ സമുദായം പേടിക്കേണ്ടത് അവിടെയാണ്. പടച്ചവനെ, ദീനില്ലാതെ പോയാ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അവരുടെ തലമുറകൾ പോലും തകർന്നു പോവുകയാണ്. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘടനകൾ ഈ സമുദായത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവേ, ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ വല്ലാതെ ഭയപ്പെടുന്നില്ലേ? ഉമ്മയെ കൊല്ലുന്ന മക്കള്, കാമുകിയെ കൊല്ലുന്ന ചെറുപ്പക്കാര്, അയൽവാസിയെ കൊല്ലുന്ന കൂട്ടുകാര്, പഠിച്ചവനെ സ്കൂളിൽ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലുന്ന വിദ്യാർത്ഥികള്. ഇങ്ങനെ ഭയാനകമായ വാർത്തകളിലൂടെ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 കടന്നു പോകുമ്പോ സഹോദര, ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഈ ലോകത്തിന് മാർഗദർശനമായിട്ട് അല്ലാഹു ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണം സഹോദര. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാനവരാശിക്ക് സന്മാർഗത്തിന്റെ വഴിയുമായി സന്മാർഗമായി കാണിച്ചു കൊടുക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പകച്ചു നിൽക്കുന്ന യുവസമൂഹമേ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളോട്, ഇന്നത്തെ വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഭയത്തോടെ നിൽക്കുന്ന മാതാപിതാക്കളോട് നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനും നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ആ ഖുർആൻ ഇറങ്ങിയ റമദാനിൽ ആ ഖുർആൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ, ഒന്ന് പഠിക്കണേ യുവത്വമേ. എന്റെ മാതാപിതാക്കള്, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലേക്ക് മടങ്ങടോ. 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരുടെ ജീവിതം എത്ര മനോഹരമെന്നറിയുമോ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലാരാ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലാരാ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയുമോ? അവന്റെ വാഴ്ച കേൾക്കണ്ട, അവന് പൈസ കൊടുക്കണ്ട, അവൻ ഉപദേശിക്കണ്ട, അവനൊന്നും കാണിക്കണ്ട. ഒരു യഥാർത്ഥമായ മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ ഒരു മുസ്ലിമിന്റെ ജീവിതം മതിയടോ. ഏറ്റവും വലിയ ഉപദേശം ഒരു മുസ്ലിമിന്റെ ജീവിതമാണ്. അതാണ് ഒരു മുസ്ലിമിനെ നബി തങ്ങൾ ഉപദേശിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിലേക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം പടച്ചവനെ നിങ്ങൾ സിയാറത്ത് പോകുന്നവരാണല്ലോ, യാത്ര പോകാൻ കൊതിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഊട്ടിയാകട്ടെ, മൈസൂരാകട്ടെ, ബാംഗ്ലൂരാകട്ടെ, ഗോവയാകട്ടെ, ഈ ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾ യാത്ര ചെയ്താലും ഒരു വട്ടം നിങ്ങൾ യാത്ര ചെയ്തു, രണ്ടാമത് ആ സ്ഥലത്തിന്റെ പേര് പറയുമ്പോ നിങ്ങൾ പറയും നമ്മളവിടെ പോയതാണ്, അടുത്ത സ്ഥലത്ത് പോകാൻ കൊതിക്കുന്നവരാണ്. എന്നാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരു മനുഷ്യൻ പോയാൽ, അവൻ 1,00,000 പ്രാവശ്യം പോയാലും അവനും മടുക്കുന്നില്ലടോ, അവൻ മടുക്കുന്നില്ലടോ. ആ കഅബാലയം കണ്ടുകൊണ്ടവൻ അവസാനം ആ കഅബാലയത്തിൽ നിന്ന് പിരിയുമ്പോ അതാ വിടവാങ്ങലിന്റെ തവാഫ് ചെയ്തിട്ട് ആ കഅബാലയത്തോട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് അവസാനം ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുമടോ, കണ്ണ് നിറഞ്ഞു പോകുമടോ. ഏതൊരു മനുഷ്യനാകട്ടെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പിരിയുന്ന സമയം സലാം പറയുമ്പോ അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ ഹൃദയമൊന്ന് കിടങ്ങുകയാണ്, അവന്റെ കണ്ണൊന്ന് നിറയുകയാണ്. അവസാനം കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോ പിന്നെയും പിന്നെയും അവന് തിരിഞ്ഞു നോക്കുകയാണ്. പടച്ചവനെ, അവന്റെ മനസ്സ് കൊതിക്കുകയാണ് അവിടേക്ക് പോകാൻ. എത്ര
പ്രാവശ്യം പോയാലും മടുക്കൂല, എത്ര കണ്ടാലും കൊതി തീരൂല. ഒന്ന് തൊടുവാനും ഒന്ന് ചുംബിക്കാനും കണ്ടുകൊണ്ട് നിസ്കരിക്കുവാനും ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. നബി തങ്ങളെ കണ്ടാ കൊതി തീരില്ല, നബി തങ്ങളോട് സംസാരിച്ചാ മതി വരില്ല, നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. നബി തങ്ങളോട് സംസാരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കണം, നബി തങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, സൗബാ നിനക്കെന്തു പറ്റി സൗബാൻ? സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എല്ലും തോലുമായി എന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ നടന്നു പോകുന്ന സൗബാനെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കെന്തു പറ്റി സൗബാൻ? എന്തേ നിന്റെ പ്രശ്നമെന്തേ? നിനക്ക് വല്ല രോഗവുമുണ്ടോ, വല്ല പ്രയാസവുമുണ്ടോ? യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ, വല്ലാത്ത ടെൻഷനാ നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ്. നബി തങ്ങൾ അടുത്ത് വിരുത്തിയിട്ട് ചോദിച്ചു, എന്തേ നിന്റെ പ്രശ്നമെന്തേ? എന്തേ നിന്റെ പ്രശ്നമെന്ത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ വരുമ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങയെ കാണാതെ വന്നാ എനിക്ക് പറ്റുന്നില്ല നബിയേ, എനിക്ക് ടെൻഷനാകുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. നബി തങ്ങളെ കണ്ടവര് കണ്ടാ കുതിക്കുകയാണ്, നബി തങ്ങളുടെ കൂടെ ഇരുന്നവരിയ്ക്കാൻ കുതിക്കുകയാണ്, നബി തങ്ങളുടെ സംസാരം കേട്ടവർക്ക് കേൾക്കാൻ കുതി തോന്നുകയാണ്, യാത്ര ചെയ്തവർക്ക് കൂടെ നടക്കാൻ തോന്നുകയാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, സ്വഹാബത്തിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവവും അങ്ങനെയാകണം. ചെറുപ്പക്കാരാ, നിന്നെ കണ്ടിട്ട് വേണം ദീൻ പഠിക്കാൻ. ഫർദ ധരിച്ച് നടക്കുന്ന പെങ്ങള്, നിങ്ങളെ വിമർശിക്കുന്നത് വെറുതെയല്ല. നിങ്ങൾ ഫർദ ധരിച്ചുകൊണ്ട് നിങ്ങൾ പലതും കാണിക്കുമ്പോ പറയുന്നത്, ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട് പെങ്ങള്, ഇത് ധരിച്ചുകൊണ്ട് ചെയ്യുന്നവളും സാരി ഉടുത്തുകൊണ്ട് ചെയ്യുന്നവളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു മുഅ്മിനിന്റെ ജീവിതം കണ്ടുപഠിക്കാൻ കഴിയുന്ന രീതിയിൽ, ഒരു മുഅ്മിനിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപദേശമാകുന്ന രീതിയിൽ അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ആ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ. അതുപോലെ നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് കഴിയണം സഹോദരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഖുർആനനുസരിച്ച് ജീവിച്ചവരാണ്. ആ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, യമനിലെ രാജാവായിരുന്ന സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. ആ സുമാമയാണെങ്കിൽ പല പ്രാവശ്യം നബി തങ്ങളെ കൊല്ലാൻ നടന്നവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല പ്രാവശ്യം കൊല്ലാമെന്നവനാണ് സുമാമ. അല്ലാഹുവിന്റെ പ്രവാചകന് പലപ്പോഴും രക്ഷപ്പെട്ടവനാണ്. നബി തങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാ, ഒരുപാട് സ്വഹാബികളെ ചതിയിലൂടെ വഞ്ചനയിലൂടെ കൊന്നുകളഞ്ഞവനാണ് സുമാമ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് സുമാമ. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അവന് മുസ്ലിമീങ്ങളെ അത്രത്തോളം ദ്രോഹിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണേ സഹാബാ. നബി തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ്. അവൻ അത്ര വലിയ ദ്രോഹിയാണ്, അവൻ അത്ര വലിയ ചതിയനാണ്, അത്രത്തോളം ഇസ്ലാമിനെ ഉപദ്രവിച്ചവനാണ്. അങ്ങനെ സുമാമയെ കയ്യിൽ കിട്ടിയ കൊല്ലാൻ നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും തിരഞ്ഞു നടക്കുകയാണ്. സുമാമ അറിയുകയാണ്, പടച്ചവനെ അങ്ങനെ ഒരിക്കൽ മദീനത്ത് വെച്ച് സുമാമയെ കിട്ടുകയാണ്. സഹാബത്ത് നോക്കുമ്പോ ഒരു മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അവന്റെ നടത്തം കണ്ടപ്പോ ഒരു
അവന് പന്തികേട് തോന്നുകയാണ്. ഇവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ ഇസ്ലാമിന്റെ ശത്രുവാണോ അറിയുന്നില്ല സഹോദരാ. അങ്ങനെ സംശയം തോന്നിയ സ്വഹാബത്ത് സുമാമയെ പിടിച്ചു കൊണ്ടുവന്ന് മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ. സുമാമയെ കൊണ്ടുവന്നിട്ട് മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനിക്കട്ടെ, സുമാമയാണെന്ന് ആർക്കും അറിയില്ല, അത് സുമാമയാണെന്ന് ആർക്കും അറിയില്ല. സുമാമയെ പിടിച്ചു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ, അവന്റെ സ്വഭാവവും പെരുമാറ്റവും വല്ലാത്ത സംശയമുണ്ട്, പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. പേടിച്ച് വിറച്ചിരുന്ന ചെറുപ്പക്കാരൻ അവിടത്തെ മുഖമങ്ങ് ഉയർത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ സഹാബാ? ഇല്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഇത് സുമാമയാണ് സഹാബാ, എവിടെ കണ്ടാലും കൊന്നുകളയാൻ നബി തങ്ങൾ പറഞ്ഞ സുമാമ മസ്ജിദുൻ നബവിയുടെ പള്ളിയുടെ തൂണിൽ ഇങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. സുമാമ എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ ശരീരം അങ്ങ് കോരിത്തിരിക്കുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നു? ഓരോരുത്തരും കൊതിച്ചു പോയി അവനെ അങ്ങ് കൊന്നുകളയാൻ. അല്ലാഹുവിന്റെ റസൂൽ കൊല്ലാൻ പറഞ്ഞ എന്നോട് പറയണേ, എന്നോട് പറയണേ. ഉമർ തങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്വഹാബത്തും തയ്യാറായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ സഹാബാ? ഒരു രാജാവാണ് സഹാബാ, ഒരു രാജ്യത്തെ ഭരണാധികാരിയാ, അതുകൊണ്ട് ഒരാളും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല സഹാബാ. ഒരാള് പോലും സുമാമയെ തൊടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. ദഹിച്ചില്ലടോ നബി തങ്ങളുടെ ആ വാക്ക് സ്വഹാബത്തിൽ പലർക്കും ദഹിച്ചില്ല. എന്റെ നബി തങ്ങൾ പറയുന്നത്, ഇത്രയും വലിയ ഒരു ദ്രോഹിയെ കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന തൊട്ടുപോകരുത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബാ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് സുമാമയ്ക്ക് ഭക്ഷണത്തിന് കുറവ് വരുത്തരുത്. നിങ്ങളുടെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം. സുമാമയ്ക്ക് കുടിക്കാൻ പാല് കൊടുക്കണേ സഹാബാ. സഹാബത്തിന് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ നബി തങ്ങൾ പറഞ്ഞതാണല്ലോ. അവസാനം മനസ്സില്ല മനസ്സോട് സഹാബത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. സുമാമയോട് ആരും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനും ഒന്നും മിണ്ടിയില്ല. ഒന്നാമത്തെ ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സുമാമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, മാതാ ഇൻദക യാ സുമാമാ, എന്തേ സുമാമ, നിന്റെ വിശേഷമെന്ത്? ആ സമയത്ത് സുമാമ പറയുകയാണ്, ഇന്ദിയാ മുഹമ്മദ് ഖൈർ ഇൻ തഖുൽ തഖതുൽ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എനിക്ക് സുഖമാണ് മുഹമ്മദ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇല്ല, നീ എന്നെ വെറുതെ വിട്ടാ നിനക്ക് സമ്പത്ത് തരാ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസമായി നബി തങ്ങളുടെ രണ്ടാമതും ചെന്നിട്ട് ചോദിക്കുന്നു, അവിടെ നിന്ന് ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമാ, എന്തേ വിശേഷം സുമാമ? സുമാമയുടെ മറുപടി അത് തന്നെയാണ്. പടച്ചവനെ, നബി തങ്ങൾ എഴുന്നേറ്റ് പോയി. മൂന്നാമത്തെ ദിവസം നബി തങ്ങളുടെ സുമാമയുടെ ചാരത്ത് വന്നു. സുമാമ, എന്താണ് വിശേഷം? പടച്ചവനെ, സുമാമയുടെ മറുപടി ഇതാണ്. നബി തങ്ങൾ 3 ദിവസം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അഴിച്ചു വിട്ടേക്ക് സഹാബാ, അഴിച്ചു വിട്ടേക്ക് സഹാബാ. സുമാമയുടെ കെട്ടടിച്ചു വിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും നോക്കി നിൽക്കുമ്പോ സുമാമ മസ്ജിദുൻ നബവിയിൽ നിന്നിറങ്ങി തന്റെ വാഹനത്തിൽ കയറി പോവുകയാണ്. പടച്ചവനെ, സഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു. അതാ സുമാമ എന്ന് കുറച്ച് സഞ്ചരിച്ചു കഴിയുമ്പോ അല്ലാഹുവേ, വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. അതാ കൈകാലുകൾ കഴുകുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ആ ഇറങ്ങിപ്പോയ സുമാമ തിരിച്ചു വരികയാ. ആ
ഇറങ്ങിപ്പോയ സുമാമ കൈകാലുകൾ കഴുകിയിട്ട് പടച്ചവനെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. സുമാമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. സുമാമ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മനുഷ്യൻ നിങ്ങളായിരുന്നു നബിയേ. ഈ ലോകത്ത് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വെറുപ്പോടെ കണ്ടിരുന്ന മുഖം അങ്ങയുടെ കുടുമുഖമായിരുന്നു. എന്നാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് അങ്ങയുടെ മുഖമാണ് നബിയേ, അങ്ങയുടെ മുഖമാണ് നബിയേ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് അങ്ങയുടെ മദീനയാണ്. അങ്ങയുടെ മദീനയാണ് ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മദീനയാണ് നബിയേ. എന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ, നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പ്രവർത്തനങ്ങൾ കണ്ടപ്പോ, അവരുടെ ഐക്യം കണ്ടപ്പോ, അവരുടെ സ്നേഹം കണ്ടപ്പോ, അവരുടെ പെരുമാറ്റം കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാറ് അതൊരു കാരണമായെന്ന് ചരിത്രം പറയുമ്പോ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവന്റെ ജീവിതം ജനങ്ങളെ നോക്കുകയാണ്. സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെയല്ല ഒരു മുസ്ലിം ചെയ്യുന്നത്. അവന് ജനങ്ങളെ നോക്കുകയാണ്, അവന്റെ പ്രവർത്തനങ്ങളും സർവ്വകാര്യങ്ങളും. കാരണം എന്തുകൊണ്ടെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മളാണ്. പടച്ചവനെ, ഇവിടെ ഹൈന്ദവനാകട്ടെ ക്രിസ്തുമത വിശ്വാസിയാകട്ടെ, അവർക്ക് എത്ര വാഴാവുള്ളത്, അവർക്ക് എത്ര മദ്രസയാവുള്ളത്, അവർക്ക് എത്ര പരിപാടിയാവുള്ളത്. ഞാനും നിങ്ങളും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഉപദേശമാണ്. പടച്ചവനെ, എന്തെല്ലാം പ്രഭാഷണങ്ങൾ, ഏതെല്ലാം മജ്‌ലിസുകൾ, ദിക്ർ മജ്‌ലിസ്, മജ്‌ലിസുൻ നൂറിന്റെ മജ്‌ലിസ്, വഅദിന്റെ മജ്‌ലിസ്, ഉറൂസുകൾ. പടച്ചവനെ, മദ്രസയിൽ പഠിക്കാം. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ട് നമ്മുടെ തലതിരിഞ്ഞു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാ. ഖുർആനിലേക്ക് മടങ്ങണേ, ഖുർആനിന് പറയാനുള്ളതെന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കൂ. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു ഇറക്കി തന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഈ മാസത്തെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഖുർആനിന് പറയാനുള്ളതാണെന്നൊന്ന് കേൾക്കാൻ സമയമുണ്ടാകണം. ആ ഖുർആനിന് പറയാനുള്ളതെന്ന് കേൾക്കണേ. ഒന്നാമതായിട്ട് ഖുർആൻ പറയുകയാ, നിങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസത്തിൽ ആ ഖുർആൻ പഠിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ഈ പരിശുദ്ധമായ റമദാനിൽ ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിൽ നിന്ന് നീ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനുമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അള്ളാന്റെ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഉസ്താദെ, ഇന്ന് കുറ്റകൃത്യങ്ങളുടെ കൊലപാതകങ്ങൾ, ഏതൊരു കൊലപാതകം നടത്തി കഴിയുമ്പോഴും ഒന്നാമത് പറയും 24 വയസ്സുള്ള ഈ അടുത്ത സമയങ്ങളിലായി നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 24-25 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ളവർ. ഏതൊരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ ഉടനെ പറയും ലഹരിയാണ്, അത് കഞ്ചാവാണ്. അത് നമ്മോട് പറയുന്നൊരു മറുപടി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ നിലപാടെന്താ? ഈ കള്ളുകുടിയും ഈ മയക്കുമരുന്നും ഈ ആവശ്യമില്ലാത്ത പണത്തിനോടുള്ള ആർത്തി, ചൂതാട്ടം, അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ സമീപനം എന്തായിരുന്നു? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പിറങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ നിലപാടെന്തായിരുന്നു? അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ
പരിശുദ്ധമായ ഖുർആനിന്റെ നിലപാടെന്താ? പടച്ചവനെ കള്ളു കുടിക്കലും വ്യഭിചരിക്കലും ചൂതാട്ടവും വൃത്തികെട്ട സ്വഭാവങ്ങൾ, ഇതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറയുകയാണ്. ഇതൊക്കെ ശൈത്താനിന്റെ സ്വഭാവമാണ്, ഇത് വൃത്തികെട്ട സ്വഭാവമാണ്. കള്ളു കുടിക്കുന്നതും ആവശ്യമില്ലാത്ത ദുസ്വഭാവങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ പാപമാണത്, മോശമായ സ്വഭാവമാണ്. ആരോടാ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ വൈകിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് അതാ അന്ന് കിട്ടിയ ശമ്പളം ഷെയർ ചെയ്തിട്ട് ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിന്ന് വാങ്ങുന്നവനോടല്ല. ഇതാരോടാ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, അതാ വാപ്പമാര് മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുമായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത് ഏത് കാലഘട്ടത്തിലെന്നറിയോ? വാപ്പ മരിക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന വാപ്പ മക്കളോട് പറയുമായിരുന്നു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങളൊരു മുന്തിരി തൈ നടണേ, ഒരു മുന്തിരി മരം വേണം എന്റെ കബറിന്റെ മുകളിൽ നടാൻ. കാരണം എന്തെന്നറിയോ? ആ മുന്തിരിയുടെ വേരുകൾ എന്റെ കബറിലേക്ക് മണ്ണിനടിയിലേക്ക് വരുമ്പോ പടച്ചവനെ മണ്ണിലരിഞ്ഞു കിടക്കുന്ന എന്റെ തലച്ചോറിലെ വളത്തിലൊക്കെ ആ മുന്തിരി തൈയുടെ അതാ അംശം പിടിക്കുമല്ലോ. കാരണം പടച്ചവനെ മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളില് മുന്തിരി തൈ വേണം, നടണമെന്ന് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് വസിയ്യത്ത് ചെയ്യുന്ന അത്രത്തോളം കള്ളിനോട് അടിമകളായി കടന്ന ഒരു ജനതയോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരതിൽ നിന്ന് പിന്തിരിയാ തയ്യാറായി. എത്രയോ കള്ളുകുടിയന്മാര് നന്നായല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അവരെ നന്നാക്കിയത് ഖുർആനല്ലേ ചെറുപ്പക്കാരാ? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാണ്. ഒന്ന് ഓതി നോക്കടാ മോനെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം ഒന്ന് കൈകൊണ്ടെടുക്കടാ മോനെ. എന്നിട്ടൊരായത്തിന്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് വായിച്ചു നോക്ക്. മാറ്റം വരുമടാ പൊന്നുമോനെ. അതല്ലാഹുവിന്റെ കലാമാ, അതല്ലാഹുവിന്റെ കലാമാ. പക്ഷേ തൊടാറില്ലല്ലോ, എടുക്കാൻ പേടിയല്ലേ? നമുക്ക് നിസാരമാണോ? ആ ഖുർആനിന്റെ വില അറിയുന്നില്ല, ആ ഖുർആനിന്റെ മഹത്വം അറിയുന്നില്ല, ആ ഖുർആനിനെ നമുക്ക് പേടിയില്ല, ആ ഖുർആനിനെ ഭയപ്പെടണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്നു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. അതാണ് ഖുർആൻ. അത്രത്തോളം ഭയപ്പെടണം, അത്രത്തോളം ഭയപ്പെടണം. ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരികയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയോ? പടച്ചവനെ, അത്രത്തോളം മതപതനത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ച ചെറുപ്പക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. പേടിയാടോ? എല്ലാവർക്കും പേടിയാടോ? തന്റെ കയ്യിലിരിക്കുന്ന കത്തിക്ക് മൂർച്ചയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തവന്റെ വയറ്റിൽ കുത്തിയിട്ടാ. അതുപോലെ ജീവിതം നയിച്ച ഉമർ കുട്ടികൾക്ക് വരെ പേടിയാണ്. പാല് കുടിക്കാത്ത മക്കളോട് ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പേടിച്ചുകൊണ്ട് ആ കുട്ടികൾ പോലും പാല് കുടിക്കുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരേ ഒരു ഉദാഹരണം മതി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. മുഹമ്മദിനെ കൊല്ലാൻ പോയ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുവോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ കഴുത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അത്രത്തോളം മോശമായ ജീവിതം നയിച്ച സഹാബിയ. പക്ഷേ ഒരേ ഒരായത്ത് ത്വഹാ,
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ത്വാഹ എന്ന് പറയുന്ന അധ്യായം തന്റെ സഹോദരി പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. തന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ അല്ലാഹുവേ വീട്ടിലേക്ക് കിടന്നു ചെല്ലുമ്പോ തന്റെ സഹോദരി ഫാത്തിമ ഇരുന്നിട്ട് സൂറത്ത് ത്വാഹ പാരായണം ചെയ്യുകയാ. ആ സൂറത്തങ്ങ് കേട്ടപ്പോ അതാ തന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് തന്റെ സഹോദരിയെ തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ ശരീരം മുഴുവനും രക്തമൊലിച്ചുകൊണ്ട് അതാ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അതാ തളർന്നു കിടക്കുമ്പോ എത്രയൊക്കെയാണെങ്കിലും സഹോദരിയാണല്ലോ, തന്റെ കൂടപ്പറപ്പാണല്ലോ. തല്ലിയിട്ട് രക്തം വരുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് ശാന്തമായി. ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? അവിടെന്ന് പറഞ്ഞു, ഞാൻ പാടിയതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതാണ്. ഒന്നോതുമോ ഫാത്തിമ? ഫാത്തിമ എവിടെന്ന് പാരായണം ചെയ്തു. ഉമർ തങ്ങൾ പറഞ്ഞു, ആ പുസ്തകം എനിക്കൊന്ന് തരുമോ? ഈ വൃത്തിയില്ലാതെ തരൂല, പോയി കുളിച്ച് റെഡിയായിട്ട് വാ. പടച്ചവരെ, ആ ഖുർആനിന്റെ ആയത്തങ്ങ് വായിച്ചപ്പോ കാട്ടാളനായ ഉമർ നിബിതങ്ങളുടെ തലയെടുക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയ ഉമർ ഇലാ ഹദറത്തി റസൂലില്ലാഹ് നിബിതങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പേടിച്ചു പോയടോ. സ്വഹാബത്തിൽ പലരും പേടിച്ചു പോയി. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഒരാൾക്ക് പോലും ഉമറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ധൈര്യമില്ല. സ്വഹാബത്തിന്റെ പലരുടെയും കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഉമറിനെ തടയുകയാ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിം ആകാമെന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് കയറാം. ഇസ്ലാമിലേക്ക് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആകാമെന്നതാണെങ്കിൽ നിനക്ക് കയറാം. അല്ല, ഞങ്ങളുടെ മുത്തി നബിയെ എന്തെങ്കിലും ചെയ്യാമെന്നതാണെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല ഉമറേ. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഒരു അവസരത്തിൽ അവിടെന്ന് ചോദിച്ചു, ഹംസ, ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ? പേടിച്ചു പോയെന്ന് ഉമർ തങ്ങൾ പോലും അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാ. ഒരായത്താ സഹോദര. ആ ഖുർആനിന്റെ ആയത്തുകൾ എത്രയോ കേൾക്കുന്നവരാണ്, എത്രയോ പാരായണം ചെയ്യുന്നവരാണ്. എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എന്തേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ ഖുർആനല്ലേ, എന്തേടാ മോനെ നന്നാകാൻ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, വയസ്സ് കുറെ ആയില്ലേ, 40, 50, 60 വയസ്സായില്ലേ ഉമ്മ, എന്തേ മാറ്റം വരുത്താത്തത്? എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാണ്. മരണത്തെ കുറിച്ച് പറയുന്ന ആയത്ത്, ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത്, മസ്റയെ കുറിച്ച് പറയുന്ന ആയത്ത്, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്ത്, എന്തേ കേട്ടിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എത്രയോ വൃത്തികെട്ടവര് നന്നായത് ഖുർആൻ കേട്ടിട്ടാ. എത്രയോ മോശമായ ജീവിതം നയിച്ചവര് ഖുർആൻ കേട്ടിട്ട് നന്നായടാ ചെറുപ്പക്കാരാ. എത്രയോ കള്ളുകുടിയന്മാര്, എത്രയോ വ്യഭിചാരികൾ, എത്രയോ മോശമായ ജീവിതം നയിച്ചവർ അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നന്നായ ചരിത്രമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വളരെ മോശമായ ജീവിതം നയിക്കുന്നവനാണ്. പടച്ചവനെ, ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ്, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരനാ. ഏതു പെണ്ണിനെ കൊതിച്ചാലും, ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോഹമുണ്ടായാൽ ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുന്നത്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, ഏതു പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, ഏതൊരു പെണ്ണിനെയും നീ കീഴ്പ്പെടും